ഒരു മുസ്ലിമിൻ്റെ വീട്ടിലാണ് ആ കുട്ടി പിറക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് സുന്നത്ത് കർമ്മം നിർവഹിച്ച് പള്ളിയിൽ കൊണ്ടുപോയി ആരാധന നടത്താനുള്ള ശ്രമങ്ങൾ നടത്തി അവരാണ് മുസ്ലിം ആയിട്ട് സമൂഹത്തിൽ വളർന്നു വരുന്നത്. ഇങ്ങനെ മനുഷ്യൻ തന്നെ മതങ്ങളെ സൃഷ്ടിക്കുന്ന ഈ സ്ഥിതിയിൽ ദൈവം ഇവിടെ മതങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയമാണ് എനിക്ക് ബലമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ദൈവം മതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? ഖുർആൻ പറയുന്നതനുസരിച്ച് എല്ലാ മനുഷ്യരെയും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചതെന്ന്. മാത്രമല്ല മതങ്ങളൊക്കെ പിൽക്കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ്. വമാ കാനന്നാസില്ല ഉമ്മത്തൻ വാഹിദത്തൻ ഫത്തലഫു. ഖുർആൻ ഒരു ഭാഗത്ത് പറയുക, ആദിയിൽ മനുഷ്യരൊക്കെ ഒറ്റ സമൂഹമായിരുന്നു, പിന്നീട് അവർ വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളും മതങ്ങളൊക്കെ ആയിട്ട് അവർ ഭിന്നിച്ചു പോവുകയാണ് ചെയ്തതെന്ന്. അടിസ്ഥാനപരമായിട്ട് ഒറ്റ സമൂഹമായിരുന്നു ഇവരൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിൽക്കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുക, ഇപ്പോൾ വയലാറിൻ്റെ ഒരു കവിതയുണ്ട്, അല്ല, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മനസ്സ് പങ്കുവെച്ചു, മണ്ണ് പങ്കുവെച്ചു. ആ പങ്കുവെപ്പും അതിൻ്റെ ദുരന്തവുമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അതേസമയത്ത് പ്രവാചകന്മാർ ഉണ്ടാക്കിയ, അവർ മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ച ആ യാഥാർത്ഥ്യം ജനം അറിയാതെ പോകുന്നു എന്നതും, ഇത് രണ്ടും കൂടിയാണ് ഇന്നത്തെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നം. എന്നു മാത്രമല്ല, ഇവിടെ പറഞ്ഞല്ലോ, ഹിന്ദു സമുദായത്തിൽ ജനിക്കുന്ന ഒരാൾ ഹിന്ദുവായിട്ടും, മുസ്ലിം സമുദായത്തിൽ ജനിക്കുന്ന ഒരാൾ മുസ്ലിമായിട്ടും, ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിക്കുന്ന ഒരാൾ ക്രിസ്ത്യാനിയായിട്ടും വരുന്നു. എന്നാൽ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരവസ്ഥ ഇല്ല. അങ്ങനെ തന്നെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരൻ ആവണമെന്നില്ല. കമ്മ്യൂണിസ്റ്റ് ആശയം അംഗീകരിച്ച് ജീവിക്കുമ്പോഴേ അവൻ കമ്മ്യൂണിസ്റ്റുകാരനാവുന്നുള്ളൂ എന്നതുപോലെ ഇപ്പൊ ഖുർആനിന്റെ ഒരു അധ്യാപനം അനുസരിച്ച് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ മുസ്ലിങ്ങളായിരുന്നു. ഷാ പറയുന്നതിന്റെ അർത്ഥം നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പോലത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു ഒരു ജാതി എന്ന അർത്ഥത്തിലല്ല. മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം അറബിയിൽ അനുസരിക്കുന്നവനെന്നാണ്. ദൈവത്തെ ആരനുസരിക്കുന്നുവോ അവനാണ് മുസ്ലിം. ആ അർത്ഥത്തിൽ ചരാചരങ്ങളൊക്കെ മുസ്ലിം എന്ന അവസ്ഥയിലാണെന്ന് അറബിയിൽ പറഞ്ഞാൽ. ഇപ്പൊ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, അല്ലെ, വായുവും വെള്ളവും, ഇവിടെയുള്ള എല്ലാ ചരാചരങ്ങളും ദൈവത്തെ അനുസരിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അതിനെ ഖുർആന്റെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം എന്ന അവസ്ഥയിലാണ്, എന്ന് വെച്ചാൽ ദൈവത്തെ അനുസരിക്കുന്ന ഒരു അവസ്ഥയിലത്. അപ്പൊ നമ്മുടെ ഹൃദയം നമ്മളറിയാതെ ദൈവത്തിന്റെ കൽപ്പനയാണ് അനുസരിക്കുന്നത്, ഹൃദയം മുസ്ലിമാണ്. വൃക്കുകള് നമ്മളറിയാതെ ദൈവത്തെ അനുസരിക്കുന്നു, അതുകൊണ്ട് അത് മുസ്ലിമാണ്. ഈ അർത്ഥത്തിൽ ആണ് മുസ്ലിം എന്ന പ്രയോഗം ഉള്ളത്. മനുഷ്യനെ യഥാർത്ഥത്തിൽ അനുസരിക്കാനും ധിക്കരിക്കാനും കഴിയും. പ്രവാചകന്മാർ മനുഷ്യ സമൂഹത്തോട് വന്ന് പിന്നെ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചവരാരോ അവരെ മുസ്ലിങ്ങളായിട്ടുള്ളൂ. അതുകൊണ്ടാണ് നൂഹ് നബി മുസ്ലിമായിരുന്നു, പക്ഷെ മകനും ഭാര്യയും മുസ്ലിമായിരുന്നില്ല. നൂഹ് നബി മുസ്ലിമായിരുന്നു, മകനും ഭാര്യയും മുസ്ലിങ്ങളായിരുന്നില്ല. അല്ലെ, ലൂത്ത് നബി മുസ്ലിമായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ മുസ്ലിമായിരുന്നില്ല. ഇബ്രാഹിം നബി മുസ്ലിമായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവ് മുസ്ലിമായിരുന്നില്ല. മുഹമ്മദ് നബി മുസ്ലിമായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരന്മാരാകുന്ന അബൂജഹൽ, അബൂലഹബ് ഒന്നും മുസ്ലിങ്ങളായിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്കിത് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് പോലും തിരിയില്ല. കാരണം സമുദായത്തിൽ പിറന്നവരൊക്കെ മുസ്ലിമാണെന്ന ധാരണയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഈ അർത്ഥത്തിൽ പറയുമ്പോൾ അല്ലെ, ഇപ്പൊ യേശുക്രിസ്തു, ഈസാ നബി ഖുർആൻ പറയുന്നതനുസരിച്ച് മുസ്ലിമായിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ ധരിക്കുന്നത്? നാം പറയുന്നത് ദൈവത്തെ അനുസരിക്കുന്ന അർത്ഥത്തിലായിരുന്നു എന്ന അർത്ഥത്തിലാണ്. അങ്ങനെയാണ് അതിനെ നമ്മൾ കാണുന്നത്. ആ അർത്ഥത്തിൽ എല്ലാ പ്രവാചകന്മാരും അതായിരുന്നു. അതെന്തിന്റെ അടിസ്ഥാനത്തിൽ? ഒരാശയം അംഗീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ അങ്ങനെയാണ് അത് രൂപപ്പെട്ടത്. എന്നാൽ ഇവര് മുസ്ലിം എന്നുള്ള, ഇപ്പൊ ഖുർആൻ പറയുന്നത് ഈസാ നബി മുസ്ലിം ആയിരുന്നു, പക്ഷെ ഈസാ നബി മുസ്ലിം എന്നുള്ള വാക്ക് പോലും കേട്ടിട്ടില്ല. നൂഹ് നബി മുസ്ലിം ആയിരുന്നു, പക്ഷെ നൂഹ് നബി മുസ്ലിം എന്നുള്ള വാക്ക് പോലും കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം എന്ന് ഖുർആൻ പ്രയോഗിച്ചത് ഒരു ജാതിക്കുള്ള പേരല്ല, ഒരു നിലപാടിനുള്ള പേരാണ്. ആ അർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ സമുദായങ്ങളെ നോക്കിക്കൊണ്ട് അല്ല നമ്മൾ ആദർശത്തെ പഠിക്കേണ്ടത്, ആ അർത്ഥത്തിൽ വേണം ഇതിനെ സമീപിക്കാൻ എന്നുകൂടി